Dear friends, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ PCCET 403 സ്ട്രക്ചറൽ അനാലിസിസ് 2 സെക്കൻഡ് മൊഡ്യൂളിലെ 11th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയൊരു ടോപ്പിക്കാണ് പ്ലാസ്റ്റിക് തിയറി. അതിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സോഫാർ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ അപ്രോക്സിമേറ്റ് മെത്തേഡ് ഓഫ് അനാലിസിസ് ഓഫ് മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് ആണ് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡും പോർട്ടൽ മെത്തേഡും ക്യാൻഡിലിവർ മെത്തേഡുമാണ് ഡിസ്കസ് ചെയ്തത്. അടുത്ത നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ കവർ ചെയ്യാനായിട്ടുള്ളത് പ്ലാസ്റ്റിക് തിയറിയാണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പ്ലാസ്റ്റിക് ഹിഞ്ചിൻ്റെ കൺസെപ്റ്റ്, പ്ലാസ്റ്റിക് മോഡുലസ്, ഷേപ്പ് ഫാക്ടർ, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് മൊമെൻറ്റ്, കൊളാപ്സ് മെക്കാനിസം, പ്ലാസ്റ്റിക് അനാലിസിസ് ഓഫ് ബീംസ് ആൻഡ് പോർട്ടൽ ഫ്രെയിംസ് ബൈ ഇക്വിലിബ്രിയം ആൻഡ് മെക്കാനിസം മെത്തേഡ്സ്. ഇതാണ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്, ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. ഈ പ്ലാസ്റ്റിക് തിയറിയിൽ കുറച്ച് തിയറി പോർഷൻസ് വരുന്നുണ്ട്, അതേപോലെ ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഈ ഷേപ്പ് ഫാക്ടർ കണ്ടുപിടിക്കുക, പ്ലാസ്റ്റിക് മോഡൽസ് കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിൽ എസ്എ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പ്ലാസ്റ്റിക് തിയറി. അപ്പോൾ നമ്മൾ സോഫാർ പഠിച്ചേക്കുന്ന ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവാണ്. മൈൽഡ് സ്റ്റീൽ, അതായത് ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവാണ്. ഇതിൽ വൈ ആക്സിസിൽ നമുക്ക് സ്ട്രെയിൻ ആണ് വരുന്നത്, എക്സ് ആക്സിസിൽ സ്ട്രെയിൻ ആണ് വരുന്നത്, വൈ ആക്സിസിൽ സ്ട്രെസ്സ്, നമ്മുടെ FY സ്ട്രെസ്സ് ആണ് വരുന്നത്. ഇതാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള മൈൽഡ് സ്റ്റീലിൻ്റെ ആയിട്ടുള്ള ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവ്. സ്റ്റാർട്ടിങ് O എന്ന് പറയുന്ന പോയിൻ്റാണ്, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് A എന്ന് പറയുന്ന പോയിൻ്റ്, B, C, D, E, F ഈ രീതിയിലാണ് നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് പോകുന്നത്. ഇനി ഇത് കൂടാതെ നമ്മളിവിടെ ഒരു ഡോട്ടഡ് ലൈൻ വരച്ചിട്ടുണ്ട്. ഡോട്ടഡ് ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ ഇമാജിനറി അല്ലെങ്കിൽ ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ കർവാണ്. അതായത് ഇവിടെ ബ്രേക്ക് ആകാതെ അതിൻ്റെ അൾട്ടിമേറ്റ് ലോഡിലേക്ക് എന്നുള്ള കൺസെപ്റ്റിലാണ് ഈ ഒരു ഡോട്ടഡ് ലൈൻ പോകുന്നത്. ഓക്കെ, നമുക്ക് അത് നോക്കണ്ട. ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞോട്ട് കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് A എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റാണ്. അപ്പോൾ O മുതൽ A വരെ ഹുക്സ് ലോ ഒബേ ചെയ്യും, അത് ലീനിയർ വേരിയേഷൻ ആയിരിക്കും. അതാണ് A എന്ന് പറയുന്ന പോയിൻ്റ്. B എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ലിമിറ്റാണ്. അപ്പോൾ A to B അത് ചെറിയതായിട്ട് നോൺ ലീനിയർ ആയിരിക്കും. അല്ലെങ്കിൽ A കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ലീനിയാരിറ്റി പോയി ബാക്കി അങ്ങോട്ട് നോൺ ലീനിയർ ആയിട്ടാണ് വരുന്നത്. B എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ലിമിറ്റാണ്. ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു Bക്ക് മുമ്പ് അല്ലെങ്കിൽ B വരെ നമ്മൾ ആ ഒരു ലോഡ് റിമൂവ് ചെയ്താൽ ആ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഡിഫോം ചെയ്ത ആ ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ച് വരും. അടുത്തത് C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈൽഡ് പോയിൻ്റാണ്. C' എന്ന് പറഞ്ഞാൽ ലോവർ ഈൽഡ് പോയിൻ്റാണ്. ഇതാണ് സിയുടെ തൊട്ട് താഴെയായിട്ട് ഒരു ലോവർ ഈൽഡ് പോയിൻ്റും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് Eയും Fഉം ആണ്. E എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് സ്ട്രെങ്തും, F എന്ന് വെച്ചാൽ റപ്ചറുമാണ്. ഇതാണ് E. അപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ കർവിലെ ഏറ്റവും മാക്സിമം സ്ട്രെസ് വരുന്ന പോയിൻ്റാണ് E. അതാണ് അൾട്ടിമേറ്റ് സ്ട്രെസ്സ്. അതിനുശേഷം കുറച്ചുകൂടി ലോഡ് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും റപ്ചർ, ഫെയിലിയർ സംഭവിക്കും. അതാണ് F. ഓക്കെ, ഇനി താഴെ നമ്മൾ കുറച്ച് പോയിൻറ്റ്സ് നൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. O മുതൽ A വരെയുള്ളതിനെ നമ്മൾ 1 എന്ന് നൊട്ടേറ്റ് ചെയ്തു, Bയിലേക്കുള്ളതിനെ 2 എന്ന് നൊട്ടേറ്റ് ചെയ്തു, D എന്ന് പറയുമ്പോൾ 3 നൊട്ടേറ്റ് ചെയ്തു, E എന്ന് പറഞ്ഞ പോയിൻ്റ് എന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് സ്ട്രെയിൻ ആണ് ഉദ്ദേശിക്കുന്നത്. Aന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിനെ 1 എന്നാണ് മാർക്ക് ചെയ്തേക്കുന്നത്, Bന് കറസ്പോണ്ടിങ് ആയിട്ട് 2, Dന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻ 3, Eന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4, Fന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 5. ഓക്കെ, ഇനി നമ്മുടെ ഈ ഫിഗറിൽ 0, 1, ഇത് 0, ഇത് 1 ഇതുവരെയുള്ളതിനെ നമ്മൾ ലീനിയർ ഡീഫോമേഷൻ എന്ന് പറയും. അവിടെ പ്ലാസ്റ്റിക് ലീനിയർ റീജിയനാണ്, ഇലാസ്റ്റിക് റീജിയനാണ്. അപ്പോൾ അതിനെ നമ്മൾ ലീനിയർ ഡീഫോമേഷൻ എന്ന് പറയും. അവിടുത്തെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ലീനിയർ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അടുത്തത് 0 to 2 ഈ റീജിയൻ, 0 മുതൽ 2 വരെയുള്ള ഈ ഒരു റീജിയൻ, ഇത് ഇലാസ്റ്റിക് റീജിയൻ എന്നാണ് പറയുന്നത്. ഹുക്സ് ലോ ഒബേ ചെയ്യുന്ന സ്ട്രെസ് സ്ട്രെയിൻ കർവിലെ റീജിയൻ. അടുത്തത് 2 to 3 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് പ്ലാസ്റ്റിക് ഈൽഡിംഗ് ആണ്. 2 to 3 നമുക്ക് ഈ ഫിഗർ നോക്കിയാൽ തന്നെ അറിയാം. 2 മുതൽ 3 വരെയുള്ള ഈ ഒരു റീജിയൻ, ഇതിൻ്റെ പ്രത്യേകത സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഹൊറിസോണ്ടലാണ്, അതായത് പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഒരു ഈൽഡിംഗ് സംഭവിക്കുന്നുണ്ട്. അടുത്ത 3 to 4 നമ്മൾ സ്ട്രെയിൻ ഹാർഡനിങ് എന്ന് പറയും. 3 മുതൽ 4 വരെയുള്ള ഈ റീജിയനെ സ്ട്രെയിൻ ഹാർഡനിങ് എന്ന് പറയും. അടുത്തത് 4 to 5 നെക്കിങ്, ഫെയിലിയറിന് മുമ്പുള്ള നെക്കിങ് റീജിയനാണ് ഈ 4 to 5 എന്ന് പറയുന്ന റീജിയൻ. അപ്പോൾ ഇതാണ് നമ്മൾ ടിപ്പിക്കലി പഠിച്ചേക്കുന്ന നമ്മുടെ മൈൽഡ് സ്റ്റീലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. അത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ
പ്രസൻറ്റ് ചെയ്തതേ ഉള്ളൂ. നൗ ഇൻട്രൊഡക്ഷൻ ടു പ്ലാസ്റ്റിക് തിയറി. പ്ലാസ്റ്റിക് തിയറിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. ഇതാണ് നമ്മുടെ ബീം. ഇത് ബീമിൻ്റെ ക്രോസ് സെക്ഷൻ റെക്റ്റാങ്കിൾ ബീമാണെന്ന് എടുക്കട്ടെ. ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന ബെൻഡിങ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എം എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൊമെൻ്റ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. അപ്പോൾ ലെറ്റ് us കൺസിഡർ എ സിമെട്രിക്കൽ സെക്ഷൻ എബൌട്ട് ബോത്ത് ആക്സിസ്. ബോത്ത് ആക്സിസിന് സിമെട്രിക്കലായിട്ടുള്ള ഒരു സെക്ഷനാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു റെക്റ്റാങ്കുലർ ബീമാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ഡെപ്ത് ഡി, ബ്രെഡ്ത്ത് ബി. ഇത് രണ്ട് ആക്സിസിനും സിമെട്രിക്കലാണ്. എക്സ് ആക്സിസിനും വൈ ആക്സിസിനും സിമെട്രിക്കലായിട്ടുള്ള ഒരു ഒബ്ജക്റ്റാണ്. അപ്പോൾ നോർമലി അതിൻ്റെ ഇലാസ്റ്റിക് അനാലിസിസിൽ നമ്മൾ പഠിച്ചേക്കുന്ന സ്ട്രെയിൻ കർവാണിത്. അതിനകത്ത് എഫ് എന്ന് പറയുന്ന സ്ട്രെസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, കുറച്ചുകൂടി ലോഡ് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ഉണ്ടാകുന്ന ഡീഫോർമേഷനാണിത്. ഈ രീതിയിലായിരിക്കും വരുന്നത്. ഫൈനലി കംപ്ലീറ്റ് ഫൈബറും ഈൽഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഇലാസ്റ്റിക്കാണ്, ഇവിടെ നമുക്ക് ഈൽഡിങ് സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ എല്ലാ ഫൈബറും ടോപ്പ് ടു ബോട്ടം എല്ലാ ഫൈബറും ഓരോ ഫൈബറും ഇതിൻ്റെ അകത്ത് ആ മെമ്പറിൻ്റെ ഓരോ ഫൈബറും ഈൽഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ട്രെയിൻ ഡയഗ്രമാണിത്. ഇവിടെ കംപ്രസീവ് ആയിരിക്കും, ഇവിടെ ടെൻഷനും ആയിരിക്കും. അപ്പോൾ കംപ്ലീറ്റ് ബോഡി ഈ റെക്റ്റാങ്കുലർ ബോഡിയുടെ ടോപ്പ് പോർഷൻ ടോട്ടലി കംപ്രസീവും ബോട്ടം പോർഷൻ ടോട്ടലി ടെൻസൈൽ സ്ട്രെസ്സും ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഡയഗ്രമാണ് നമ്മൾ ഈ വരച്ചേക്കുന്നത്. ഇലാസ്റ്റിക് തിയറി. എന്താണ് ഇലാസ്റ്റിക് തിയറി? ഈൽഡ് ഓൺലി ഓൺ എക്സ്ട്രീം ഫൈബർ, ദാറ്റ് ഈസ് ടോപ്പ് ആൻഡ് ബോട്ടം. അതായത് ഇലാസ്റ്റിക് തിയറിയെ ബേസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ടോപ്പിലും ബോട്ടത്തിലും മാത്രമായിരിക്കും, അല്ലെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം ഫൈബറിൽ മാത്രമായിരിക്കും നമ്മൾ ഈൽഡിങ് സംഭവിക്കുന്നത്. പ്ലാസ്റ്റിക് തിയറിയിലേക്ക് വരുമ്പോൾ ഓൾ ദ ഫൈബേഴ്സ് ആർ ഈൽഡിങ്. ആ ഒരു ബോഡിയിലെ കംപ്ലീറ്റ് ടോപ്പ് ടു ബോട്ടം എല്ലാ ഫൈബറിലും അതിൻ്റെ അകത്ത് ഈൽഡിങ് സംഭവിക്കും. There a moment developed is called plastic moment carrying capacity or simply plastic moment. It is notated by MP. പ്ലാസ്റ്റിക് തിയറിയിൽ ആ ഒരു ബോഡിയിലുള്ള ആ ഒരു മെറ്റീരിയലിൻ്റെ ബോഡിയിലുള്ള എല്ലാ ഫൈബേഴ്സും ഈൽഡ് ചെയ്യും. അങ്ങനെ ആ സമയത്ത് ഡെവലപ്പ് ചെയ്യുന്ന മൊമെൻറ്റിനെ നമ്മൾ പ്ലാസ്റ്റിക് മൊമെൻറ്റ് ക്യാരിയിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ സിംപ്ലി പ്ലാസ്റ്റിക് മൊമെൻ്റ് എന്ന് പറയും. നൊട്ടേറ്റ് ചെയ്യുന്നത് MP ആയിട്ടാണ്. ദീസ് ഡെവലപ്ഡ് എ പ്ലാസ്റ്റിക് ഹിഞ്ച് ആൻഡ് ഇറ്റ് ഈസ് ഫ്രീ ടു റൊട്ടേറ്റ്. അപ്പോൾ ആ രീതിയിൽ ആ ബോഡിയിലുള്ള എല്ലാ ഫൈബേഴ്സും ഈൽഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമുക്കൊരു പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യും. ആ പ്ലാസ്റ്റിക് ഹിഞ്ചിനെ വിത്ത് റെസ്പെക്ട് ടു ആ ബോഡിക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഈ രീതിയിലാണ് പ്ലാസ്റ്റിക് തിയറി നമ്മൾ പറയുന്നത്. ഇലാസ്റ്റിക് തിയറി വെച്ച് അല്ലെങ്കിൽ ഇലാസ്റ്റിക് അനാലിസിസ് എന്താണെന്ന് നോക്കാം. ദ ബിഹേവിയർ ഓഫ് എ സ്ട്രക്ചർ വിത്തിൻ ഇലാസ്റ്റിക് സോൺ. അപ്പോൾ ഒരു ബോഡി അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റിന് അകത്ത് വെച്ചിട്ടുള്ള ആ സ്ട്രക്ചറിൻ്റെ ബിഹേവിയറിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. ദ സ്ട്രെസ് ഇൻ ദ സ്ട്രക്ചർ ഡു നോട്ട് എക്സീഡ് ഈൽഡ് സ്ട്രെസ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ബോഡിയുടെ ഈൽഡ് സ്ട്രെസ് FY ആണെങ്കിൽ ഇലാസ്റ്റിക് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇത് സ്ട്രെസ് ഒരിക്കലും എത്തില്ല. അതിന് മുമ്പായിരിക്കും നമ്മൾ ആ ബോഡിയുടെ അനാലിസിസ് അല്ലെങ്കിൽ ബിഹേവിയർ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് അനാലിസിസ് എന്ന് പറയുമ്പോൾ വിത്തിൻ ഇലാസ്റ്റിക് സോൺ ആയിരിക്കും നമ്മൾ അതിനെ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റായ ഈൽഡ് സ്ട്രെസ് FY എന്ന് പറഞ്ഞാൽ ഈൽഡ് സ്ട്രെസ്സാണ്. ഈൽഡ് സ്ട്രെസ്സിനേക്കാളും താഴെ ആയിരിക്കും നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിനെ സ്റ്റഡി ചെയ്യുന്നത്. ഈ രീതിയിലാണ് വരുന്നത്. ഇത് സ്ട്രെസ്സ്, ഇത് സ്ട്രെയിൻ ആണെങ്കിൽ ലീനിയർ ഇലാസ്റ്റിക് തിയറി എന്ന് പറയുമ്പോഴത്തേക്കും സ്ട്രെസ് സ്ട്രെയിൻ കർവ് ലീനിയർ ആയിട്ടായിരിക്കും പോകുന്നത്. ഇതാണ് ഈ ജോയിൻ്റി വരുന്നതാണ് ഈൽഡ് സ്ട്രെസ്. ഈൽഡ് സ്ട്രെസ്സിന് ശേഷം വരുന്നത് പ്ലാസ്റ്റിക് അനാലിസിസ് ആയിരിക്കും. അതിന് ശേഷം വരുന്നത് സ്ട്രെയിൻ ഹാർഡനിങ് ആയിരിക്കും. ഇപ്പോൾ ഇലാസ്റ്റിക് തിയറി എന്ന് പറയുമ്പോൾ ഈൽഡ് സ്ട്രെസ് എത്തൂല, അതിന് മുമ്പുള്ള ഈ ഒരു പോർഷൻ ആയിരിക്കും നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഈൽഡ് സ്ട്രെസ് കഴിഞ്ഞിട്ട് നമ്മളതിനെ ആ ഒരു ഒബ്ജക്റ്റിനെ സ്ട്രെസ് ചെയ്തിട്ട് അതിൻ്റെ ബിഹേവിയർ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ അതാണ് പ്ലാസ്റ്റിക് അനാലിസിസിൽ വരുന്നത്. അപ്പോൾ അടുത്തത് പ്ലാസ്റ്റിക് അനാലിസിസ്. ദ ബിഹേവിയർ ഓഫ് ദ സ്ട്രക്ചർ ബിയോണ്ട് പ്ലാസ്റ്റിക് സോൺ. പ്ലാസ്റ്റിക് സോൺ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു അതായത് ഈൽഡ് ചെയ്യാൻ തുടങ്ങുന്നതിന് ശേഷം നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിനെ സ്റ്റഡി ചെയ്യുവാണെങ്കിൽ അതാണ് പ്ലാസ്റ്റിക് അനാലിസിസ്. സ്ട്രെസ് ഇൻ ദ സ്ട്രക്ചർ എക്സീഡ്സ് ഈൽഡ് സ്ട്രെസ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം ഈൽഡ് സ്ട്രെസ്സിന് ശേഷമായിരിക്കും പ്ലാസ്റ്റിക് വരുന്നത്. അപ്പോൾ ഈൽഡ് സ്ട്രെസ് കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ നമ്മളവിടെ കൺസിഡർ ചെയ്യുന്ന സ്ട്രെസ് ഗ്രേറ്റർ ദാൻ ഈൽഡ് സ്ട്രെസ് ആയിരിക്കും. FIനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള സ്ട്രെസ് ആയിരിക്കും പ്ലാസ്റ്റിക് അനാലിസിസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. In elastic analysis, the structural analysis methods like slope deflection, moment distribution, etc. are dealing with analysis of the structure in elastic region. അപ്പോൾ
നമ്മൾ പഠിച്ചിട്ടുള്ള സ്ലോപ്പ് ഡിഫ്ലക്ഷൻ, മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ പോലത്തെ എല്ലാ മെത്തേഡും നമ്മൾ ഇലാസ്റ്റിക് അനാലിസിസ് വഴിയാണ് ചെയ്തേക്കുന്നത്. അതായത് നമ്മൾ ആ സ്ട്രക്ചറിനെ അല്ലെങ്കിൽ ആ ഒരു മെമ്പറിനെ ഇലാസ്റ്റിക് റീജിയനിലാണ് ആക്ച്വലി അതിനെ സ്റ്റഡി ചെയ്യുന്നത്. അതായത് ലോഡിങ്ങും അൺലോഡിങ്ങും ഒക്കെ ഇലാസ്റ്റിക് റീജിയൻ, വിത്തിൻ ഇലാസ്റ്റിക് റീജിയനാണ് നമ്മളതിനെ സ്റ്റഡി ചെയ്യുന്നത്. ഡിസൈനിങ് ഓൺ ദ ബേസിസ് ഓഫ് നോ ഈൽഡ് എനിവെയർ ഇൻ ദ സ്ട്രക്ചർ. അതായത് ഇലാസ്റ്റിക് റീജിയനിലാണ് നമ്മൾ ആ ഒബ്ജക്റ്റിനെ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്ട്രക്ചറിനെ അല്ലെങ്കിൽ ഒരു മെമ്പറിനെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഈൽഡ് വരുന്നില്ല. ഈൽഡിങ്ങിന് മുമ്പാണ് നമ്മൾ ആ സ്ട്രക്ചറിനെ ലോഡ് ചെയ്യുന്നതും അൺലോഡ് ചെയ്യുന്നതും ഒക്കെ. ഇൻ പ്ലാസ്റ്റിക് അനാലിസിസ് കാൽക്കുലേറ്റ് ദ ലോഡ് കോസിങ് ദ കംപ്ലീറ്റ് കൊളാപ്സ് ആൻഡ് ദെൻ മേക്ക് ഷുവർ ദാറ്റ് ദിസ് ലോഡ് എക്സീഡ്സ് ദ ലാർജസ്റ്റ് അപ്ലൈഡ് ലോഡ് ബൈ ആൻ അപ്രോക്സിമേറ്റ് മാർജിൻ. പ്ലാസ്റ്റിക് അനാലിസിസിലേക്ക് വരുമ്പോൾ നമ്മളവിടെ ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൊളാപ്സ് ലോഡാണ്. അതായത് കംപ്ലീറ്റ് ഈൽഡിംഗ് ഒക്കെ സംഭവിച്ച് എപ്പോഴാണോ ആ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ കൊളാപ്സ് ചെയ്യുന്നത്, ആ ലോഡാണ് നമ്മൾ പ്ലാസ്റ്റിക് അനാലിസിസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. തിയറി ഓഫ് പ്ലാസ്റ്റിക് അനാലിസിസ്. The theory reveals that those part of a structure that has been stressed to the yield point cannot resist additional stress. അപ്പോൾ പ്ലാസ്റ്റിക് തിയറിയിൽ നമ്മൾ പറയുന്നത് സ്ട്രക്ചറിനെ നമ്മൾ സ്ട്രെസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് അഡീഷണൽ സ്ട്രെസ് ഒന്നും എടുക്കാൻ പറ്റാത്ത ഒരു പോയിന്റിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് തിയറിയിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ സ്ട്രെസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റ് എന്ത് ചെയ്യും, ഈൽഡ് പോയിന്റ് എത്തും. അപ്പോൾ ഈൽഡ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അതിന് അഡീഷണലി സ്ട്രെസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇൻസ്റ്റഡ് an additional load or stress will be transferred to the another part of the structure where the stresses are below the yield stress and thus in the elastic range and able to resist the increased stresses. അതായത് പ്ലാസ്റ്റിക് അനാലിസിസിൽ ചെയ്യുന്നത് നമ്മളൊരു ബോഡിയെ നമ്മൾ സ്ട്രെസ് ചെയ്ത് ചിലപ്പോൾ അതിൻ്റെ ആ ഒരു സ്ട്രക്ചറിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈൽഡിങ്ങിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ റീജിയനിൽ അഡീഷണൽ സ്ട്രെസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ പകരം ഈ കൊടുക്കുന്ന അഡീഷണൽ സ്ട്രെസ്സ് അല്ലെങ്കിൽ ലോഡൊക്കെ എങ്ങോട്ടേക്ക് പോകും, ആ ഒരു മെമ്പറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിൻ്റെ അനദർ പാർട്ട്, വേറെ ഏതെങ്കിലും ഒരു പാർട്ടിലേക്ക് പോകും. ആ ഒരു പാർട്ടിൻ്റെ പ്രത്യേകത എന്തായിരിക്കും, അവിടുത്തെ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈൽഡ് സ്ട്രെസ്സിൻ്റെ ബിലോ ആയിരിക്കും. ഈൽഡ് സ്ട്രെസ്സിൻ്റെ ബിലോ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഇലാസ്റ്റിക് റീജിയനിലായിരിക്കും. അങ്ങനെ ആ ഒരു അഡീഷണൽ മെമ്പറിന് ഈ ഒരു ഇൻക്രീസ്ഡ് സ്ട്രെസ്സിനെ ക്യാരി ചെയ്യാൻ പറ്റും. ഈ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആസ് ദ ബെൻഡിങ് മൊമെൻറ്റ് ഈസ് ഇൻക്രീസ്ഡ് അറ്റ് എ പർട്ടിക്കുലർ സെക്ഷൻ ഓഫ് എ ബീം ദർ വിൽ ബി എ ലീനിയർ വേരിയേഷൻ ഓഫ് സ്ട്രെസ് അൺടിൽ ഈൽഡ് സ്ട്രെസ് റീച്ച്ഡ് ഇൻ ദ ഔട്ടർ ഫൈബർ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആ ഒരു മെമ്പറിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. എവിടെ വരെ, അത് ഈൽഡ് സ്ട്രെസ് എത്തുന്നവരെ, ഔട്ടർ മോസ്റ്റ് ഫൈബറിൽ ഈൽഡ് സ്ട്രെസ് എത്തുന്നവരെ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ലോഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അടുത്തത് പ്ലാസ്റ്റിക് അനാലിസിസിൻ്റെയും ഇലാസ്റ്റിക് അനാലിസിസിൻ്റെയും ഡിഫറൻസ്. ഇലാസ്റ്റിക് അനാലിസിസ്, പ്ലാസ്റ്റിക് അനാലിസിസ്. ഇലാസ്റ്റിക് അനാലിസിസിൽ ഇലാസ്റ്റിക് ഡിസൈൻ ഈസ് ക്യാരിഡ് ഔട്ട് ബൈ അസ്യൂമിങ് ദാറ്റ് ഡിസൈൻ ലോഡ് the structure behaves in a linear elastic manner. Each element is assumed to obey Hooke's law and recovers when the load is removed. ഇലാസ്റ്റിക് അനാലിസിസിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളൊരു ഡിസൈൻ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഡിസൈൻ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സ്ട്രക്ചർ ബിഹേവ്സ് ഇൻ ലീനിയർ ഇലാസ്റ്റിക് മാനർ. അപ്പോൾ നമ്മളൊരു ഒരു സ്ട്രക്ചറിനെ അനാലിസിസ് ചെയ്യുമ്പോൾ ലീനിയർ ഇലാസ്റ്റിക് മാനറിലായിരിക്കും ആ സ്ട്രക്ചറിൻ്റെ ബിഹേവിയർ. അതായത് അത് ഹുക്സ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിൽ എപ്പോൾ ലോഡ് റിമൂവ് ചെയ്താലും എന്താണ്, അത് അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് തിരിച്ചു വരും. അതിൻ്റെ റിക്കവർ ചെയ്ത് തിരിച്ച് അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് വരും. അതാണ് ഇലാസ്റ്റിക് അനാലിസിസിൻ്റെ ബേസിക് കൺസെപ്റ്റ്. പ്ലാസ്റ്റിക് അനാലിസിസിലേക്ക് വരുമ്പോൾ സ്ട്രെസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് വൈൽ ദ സ്ട്രെയിൻ ഇൻക്രീസസ്. ലോഡ് കൊടുക്കുന്ന ആ ഒരു റീജിയൻ എന്തായിരിക്കും സംഭവിക്കുന്നത്, സ്ട്രെസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, പക്ഷേ സ്ട്രെയിൻ കൂടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്, ഈൽഡിങ് സംഭവിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ദ അനാലിസിസ് ഡൺ ബിയോണ്ട് ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റിന് ശേഷം നടത്തുന്ന അനാലിസിസ് ആണ് പ്ലാസ്റ്റിക് അനാലിസിസ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഹുക്സ് ലോ ഒബേ ചെയ്യുന്നുമില്ല. അടുത്തത്, ദിസ് മെത്തേഡ് ഡിറ്റർമൈൻസ് ദ മാക്സിമം ലോഡ് അറ്റ് വൺ പോയിൻറ്റ് ഇൻ എനി മെമ്പർ സെക്ഷൻ ടു റീച്ച് ദ ഈൽഡ് സ്ട്രെസ്. അപ്പോൾ ഇലാസ്റ്റിക് അനാലിസിസിൽ നമ്മൾ ആ ഒരു മെമ്പറിനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ മെമ്പറിൻ്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ എന്ത് ചെയ്യാം, മാക്സിമം ലോഡ് എത്താം. മാക്സിമം ലോഡ് എത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു മെമ്പർ ഈൽഡിങ്ങിലേക്ക് എത്തുന്നുണ്ട്.
അതാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതായത് ആ ഒരു എൻറ്റയർ സ്ട്രക്ചറിലെ എല്ലാ ഫൈബറും ഈൽഡിങ്ങിൽ എത്തണമെന്നില്ല. ആ ഒരു മെമ്പറിൻ്റെ എക്സ്ട്രീം പോയിൻ്റ് ആയിരിക്കും ആദ്യം ഈൽഡ് ചെയ്യുന്നത്. ആ ഒരു എക്സ്ട്രീം ഫൈബർ മാക്സിമം ലോഡ് അറ്റൈൻ ചെയ്യുക, അതായത് ഈൽഡിങ്ങിലേക്ക് എത്തുമ്പോൾ അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് പ്ലാസ്റ്റിക്കിലേക്ക് വരുമ്പോൾ ദിസ് മെത്തേഡ് ഡിറ്റർമൈൻസ് ദ മിനിമം ലോഡ് ടു ക്രിയേറ്റ് കൊളാപ്സ്. അതായത് എല്ലാ ഫൈബറും അതിൻ്റെ എക്സ്ട്രീം ഈൽഡിങ്ങിലേക്ക് എത്തിയതിന് ശേഷം ഒരു മിനിമം ലോഡ് കൊടുത്താൽ അത് കൊളാപ്സ് ചെയ്യും. ആ മിനിമം ലോഡാണ് പ്ലാസ്റ്റിക് അനാലിസിസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്, ആദ്യത്തെ ഫൈബർ ഈൽഡ് ചെയ്യുന്ന മാക്സിമം ലോഡാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക്കിലേക്ക് വരുമ്പോൾ എല്ലാ ഫൈബറും ഈൽഡ് ചെയ്തതിന് ശേഷം ഒരു മിനിമം ലോഡ് കൊടുത്താൽ തന്നെ അത് കൊളാപ്സ് ചെയ്യും. ആ മിനിമം ലോഡ് എത്രയാണോ അതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തത് ദ ഡിസൈൻ ഈസ് ലെസ് അൺഎക്കണോമിക്കൽ. അതായത് അൺഎക്കണോമിക്കൽ എന്ന് പറയാം, ലെസ് എക്കണോമിക്കൽ, അതായത് അൺഎക്കണോമിക്കലാണ്. നേരെ മറിച്ച് പ്ലാസ്റ്റിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ മോർ എക്കണോമിക്കലാണ്. The design process is repeated several times to get optimum section, so it consumes more time. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാലിസിസ് പല സൈസിലുള്ള പല രീതിയിലുള്ള മെമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ ട്രയൽ ആൻഡ് എറർ വഴി ചെയ്യും. അതായത് നമുക്കൊരു ഒപ്റ്റിമം സെക്ഷൻ കിട്ടാൻ, ഏത് സെക്ഷനിലാണ് നമുക്ക് മാക്സിമം ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി കിട്ടുക എന്നുള്ളത് നമ്മൾ ഒരുപാട് ട്രയൽ ആൻഡ് എററും ലോഡ് കണ്ടീഷനും വെച്ച് ചെയ്ത് നോക്കേണ്ടി വരും. പ്ലാസ്റ്റിക്കിലേക്ക് വരുമ്പോൾ ദിസ് പ്രോസസ് ഈസ് ഡൺ ഇൻ സിംഗിൾ ഐട്രേഷൻ ടു ഫൈൻഡ് ദ ബാലൻസ്ഡ് സെക്ഷൻ, സോ ഇറ്റ് ഈസ് മോർ റാപ്പിഡ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഐട്രേഷൻ വേണ്ടതുകൊണ്ട് ടൈം കൺസ്യൂമിംഗ് ആണ്. ഇവിടെ നമ്മളൊരു സിംഗിൾ ഐട്രേഷൻ വെച്ചിട്ട് നമുക്ക് ആ ഒരു ബാലൻസ് സെക്ഷനെ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ മെത്തേഡ് റാപ്പിഡാണ്. അപ്പോൾ ഈ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് ഇതിനെ അൺഎക്കണോമിക്കലെന്നും ഇതിനെ മോർ എക്കണോമിക്കലെന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലെക്ചറിൽ നമ്മൾ പറയുന്നത്. ഇപ്പോൾ ജസ്റ്റ് നമ്മളൊരു പ്ലാസ്റ്റിക് തിയറിയുടെ ഒരു ഇൻട്രൊഡക്ഷനേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ഒരു പ്ലാസ്റ്റിക് അനാലിസിസിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രെസ് ഡയഗ്രാം വേണമെങ്കിൽ ചോദിക്കാം. അതേപോലെ പ്ലാസ്റ്റിക് അനാലിസിസും ഇലാസ്റ്റിക് അനാലിസിസും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് വേണമെങ്കിൽ ചോദിക്കാം. ഇതൊക്കെ എ പാർട്ടിൽ 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് തിയറിയുടെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കൺസെപ്റ്റിലേക്കൊക്കെ ഡീറ്റെയിൽഡായിട്ട് കിടക്കും. ഓക്കെ, താങ്ക് യു.